അങ്ങനെ ഞങ്ങൾ ബിക്കാനീറിൽ നിന്ന് ലൈലാൻ എക്സ്പ്രസ് ഒക്കെ പിടിച്ച് അതിരാവിലെ തന്നെ ജയ്സാൽമീർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് അതിരാവിലെയുള്ള വീഡിയോ അല്ല കേട്ടോ. അതിനുശേഷം ജയ്സാൽമീർ ഫോർട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ ഏകദേശം 3-4 മണി ആയപ്പോൾ തന്നെ ജയ്സാൽമീറിലെത്തി. ലോട്ടസ് ഹവേലി എന്ന് പറയുന്നത് ഇടത്തരമെന്നോ ബജറ്റെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേ ജയ്സാൽമീർ കോട്ടയ്ക്കുള്ളിലാണ്. Booking.com വഴി ഏകദേശം 1000 രൂപയ്ക്കുള്ളിലാണ് ഞാനിത് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പരിചയമില്ലാത്ത സ്ഥലം, ഇത്രയും റെന്റ് കുറവ് പോയി പെടുമോ എന്നുള്ളത്. പക്ഷെ കണ്ടപ്പോൾ സന്തോഷമായി. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നമ്മൾ എണീച്ചപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് റൂം കൺഫേം ആയിട്ടില്ലായിരുന്നു. പക്ഷേ തൽക്കാലത്തേക്ക് നമുക്ക് നിൽക്കാൻ അവരവരുടെ റൂഫ് ടോപ്പിലെ സ്റ്റാഫോ മറ്റോ കഴിയുന്നൊരു റൂം തന്ന്. താഴെ കാണുന്ന വലിയൊരു ബിൽഡിംഗ് കണ്ടോ, അത് ജയ്സാൽമീർ വൈൻ ഷോപ്പ് ആൻഡ് ബിയർ ഇംഗ്ലീഷ് വൈൻ എന്നാണ് ബോർഡ്. ഏതെങ്കിലും ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള ബിൽഡിംഗ് ആയിരിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലെ മാതിരി ദുഃഖം ആയതായിരിക്കാം. ഇവിടെ കാണുന്നതാണ് ഗഡിസാഗർ. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ മറ്റേനേക്കാൾ. നമ്മളിന്ന് വൈകുന്നേരം പോകുന്ന ഗഡിസാഗർ ലേക്കാണ്. മതി, അത്ര മൈസൂരി 4.9 ആയി. മതി. താഴെ ഗലി കൂടെ ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ചെക്കിൻ ടൈം രാവിലെ 10 മണിയായിരുന്നു. എന്നാൽ ഞങ്ങൾ രാവിലെ 3-4 മണി എത്തിയപ്പോൾ തന്നെ അവർ അത്യാവശ്യം ഞങ്ങൾക്ക് ഫ്രഷപ്പ് ആവാനും ഒന്ന് വിശ്രമിക്കാനുമൊക്കെ മുകളിൽ സ്റ്റാഫ് താമസിക്കുന്ന ഒരു സാധാരണ, അധികം സൗകര്യമൊന്നും ഇല്ലാത്തൊരു റൂം ഒഴിഞ്ഞു തന്നു. കുറച്ച് കഴിയുമ്പോൾ ഏതോ ഗസ്റ്റ് വെക്കേറ്റ് ആവുമെന്നും അപ്പോൾ ഞങ്ങൾക്ക് റൂം തരാമെന്നും പറഞ്ഞു. പ്രത്യേകിച്ച് അധികം ചാർജൊന്നും ഈടാക്കാതെയാണ് അവർ ഞങ്ങൾക്ക് ഇത്രയും സൗകര്യം ചെയ്തു തന്നത്. ഞങ്ങളുടെ രാജസ്ഥാൻ ട്രിപ്പിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. രാജസ്ഥാനിലെ തന്നെ ഇപ്പോഴും ഫോർട്ടിനുള്ളിൽ ആൾതാമസമുള്ള ഒരു ഫോർട്ടാണ് ജയ്സാൽമീർ ഫോർട്ട്. സ്വർണ്ണക്കോട്ട, സോനാർ കില എന്നൊക്കെ അറിയപ്പെടുന്ന ജയ്സാൽമീർ ഫോർട്ടാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൈബ്രന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് തോന്നി. ഇവിടുത്തെ ഒരു വൈബ് തന്നെ വേറെയാണ്. രാവിലെ കുളിച്ചൊരുങ്ങി ജിമ്പിലൊക്കെ എടുത്തുള്ള ഞങ്ങളുടെ നടപ്പ് കണ്ടതുകൊണ്ടാവാം പാവം ഹോട്ടൽ ഓണർക്ക് ഒരു ബുദ്ധി തോന്നി, എന്തായാലും യൂട്യൂബേഴ്സ് അല്ലേ, ഒന്ന് ഫ്രീ പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന്. സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് ഒന്നുമല്ല, ജസ്റ്റ് വെറുതെ ഒരു ഹോബിയായിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഹിന്ദി ഒന്നും അറിയാത്തത് കൊണ്ട് ഞാനത് തിരുത്താനും പോയില്ല. അങ്ങനെ പുള്ളി ഞങ്ങളെ റൂഫ് ടോപ്പിൽ കൊണ്ടുപോയി അവിടെ നിന്നുള്ള കാഴ്ചകളും ഇവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നും ഒക്കെ വിശദീകരിച്ചു തന്നു. ഹിന്ദി എനിക്ക് മനസ്സിലാകുമെങ്കിലും തിരിച്ചു പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും കോൺഫിഡൻസ് കുറവ് കൊണ്ടായിരിക്കാം, അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. പലപ്പോഴും എൻ്റെ നോർത്ത് ഇന്ത്യൻ യാത്രകളിൽ ഹിന്ദി സംസാരിക്കുന്ന ജനങ്ങളെ ഞാൻ എൻ്റെ ഹിന്ദി കേൾപ്പിച്ച് വല്ലാതെ പെടുത്താറുണ്ട്. പലരും ചിരിയടക്കാൻ പാടുപെടുന്നത് കണ്ട് ഞാൻ അന്തം വിട്ട് നിന്നിട്ടുമുണ്ട്. महारानी का महल है और राजा का महल है और जैन मंदिर है, पटवा की हवेली है, सालम सिंह की हवेली है, गडेसर लेक है, बड़ा बाग है, व्यास छतरडी है. मतलब ये चीज़ कितने दूर है? बड़ा बाग यहाँ से समथिंग 10 किलोमीटर है जी. तो आप टैक्सी ले लेना, वो आपको वहाँ लेके, या बाइक है आपके पास, टैक्सी की जरूरत नहीं है. रूट में है हाँ, तनोट माता के आप टैक्सी बाइक पे जाओगे तनोट माता के मंदिर के साइड में पड़ता है 5 किलोमीटर. पहले बड़ा बाग देख लेना, उसके बाद सीधा तनोट के लिए निकल जाना. वहाँ पे तनोट माता का आरती वगैरह कर लेना, बेस्ट रहेगा. उसके बाद अगर लोंगे वाला जाना चाहो तो लोंगे वाला जाके देख के आ जाना, वो आपके लिए बेटर रहेगा. फिर शाम को आप वापस यहाँ आ जाना. ഹോട്ടൽ ഓണർ ഞങ്ങളെ സഹായിക്കാൻ ഏൽപ്പിച്ച സ്റ്റാഫിന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ ജയ്സാൽമീർ കോട്ടയ്ക്കുള്ളിൽ കൂടി നടക്കാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു ബൈക്ക് റെന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എന്നാലും ഇപ്പോൾ നടന്നു കാണാമെന്ന് തന്നെ കരുതി. കാരണം ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട്, ദീപാവലി കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ വെക്കേഷൻ ആയതുകൊണ്ടും ജയ്സാൽമീർ കോട്ട ആളുകളെ കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയാണ്. ഇതിൽ കൂടി ബൈക്ക് എടുത്ത് വരിക എന്നുള്ളത്
കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. മാത്രമല്ല കോട്ടയ്ക്കുള്ളിൽ പല സ്ഥലങ്ങളിലും ബൈക്ക് കൊണ്ട് കയറ്റാനും പറ്റില്ല. എല്ലാം കൈയെത്തുന്ന ദൂരത്ത് തന്നെയാണ്. ജയ്സാൽമീർ സിറ്റിയിൽ 90% കാര്യങ്ങളും ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് കാണാനുമുള്ളത്. അതുകൊണ്ട് കോട്ടയ്ക്കുള്ളിൽ നടന്നു തന്നെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റാണി കി മഹലും അത് കഴിഞ്ഞ് ചന്ദ്രപ്രഭു ജെയിൻ ക്ഷേത്രവും കാണാനാണ് ഇറങ്ങി പുറപ്പെടുന്നത്. ഇതിനുള്ളിൽ ഏകദേശം 9ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തന്നെ ജൈന ക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളുമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും ഒന്നും കാണുക എന്നത് സാധ്യമല്ല. മാത്രമല്ല ഏറെക്കുറെ ആർക്കിടെക്ചറൊക്കെ ഒരേപോലെയാണ് താനും. കോട്ടയ്ക്കകത്തെ ഓരോ തെരുവുകളും വല്ലാത്ത കളർഫുള്ളാണ്. ഒരു ഷോപ്പഹോളിക് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഷോപ്പ് ചെയ്യാതെ ഇവിടുന്ന് മടങ്ങുക എന്നുള്ളത് അസാധ്യമാണ്. എന്തെങ്കിലും വാങ്ങാതിരിക്കാൻ അസാധ്യ പരിശ്രമം ആവശ്യമുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ അങ്ങയുടെ ആദ്യത്തെ ലൊക്കേഷനായ ജൈന ക്ഷേത്രത്തിലെത്തി. ആ ദൂരെ കാണുന്നതാണ് ചന്ദ്രപ്രഭു ജൈന ക്ഷേത്രം. ഇവിടെ ഷൂസൊക്കെ അഴിച്ചു വെച്ച് ആൾക്കാർ കയറുന്നുണ്ട്. ഞങ്ങളും അങ്ങോട്ടേക്കാണ്. അഹമ്മദാബാദിലൊക്കെ ഞാൻ ഇതിനു മുന്നേ പോയപ്പോഴും ജൈന ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഇവിടെയും ഉള്ളത്. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ഇന്ത്യയിലെ ജൈന ക്ഷേത്രങ്ങളിലെയൊക്കെ തന്നെ ഒരു കോമൺ സ്റ്റൈലാണ് ഇതെന്ന്. മരുഭൂമിക്ക് തുല്യമായ ക്ലൈമറ്റുള്ള ഈ നാടുകളിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ് സാൻഡ് സ്റ്റോണിൽ കൊത്തിയെടുത്ത മനോഹരമായ വർക്കുകളാൽ അലങ്കൃതമാണ് ഇവിടുത്തെ ഓരോ തൂണുകളും ഓരോ ചുവരുകളും റൂഫും എല്ലാം. ഒരുപാട് ജൈന തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളൊക്കെ അവിടെ ഇവിടെയായി കാണാം. ഗൈഡുള്ളവർ ഗൈഡിൻ്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷനൊക്കെ നല്ല സമാധാനമായിരുന്നു കേൾക്കുന്നു. ഗൈഡ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഓടി നടന്ന് ഇവിടെയുള്ള ഫലകങ്ങളൊക്കെ വായിച്ചും ഓഡിയോ ഗൈഡിനെ ആശ്രയിച്ചുമൊക്കെ കണ്ടു നടക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു റൂഫ്, അതും സാൻഡ് സ്റ്റോണിൽ കൊത്തിയെടുത്തവരെ സമ്മതിക്കുക തന്നെ വേണം. കൊത്തുപണികളുടെ ഒരു സ്വർഗമാണ് ഈ ക്ഷേത്രം എന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം കണ്ടതൊക്കെ വെറും സാമ്പിളായിരുന്നു എന്ന് ഇത് കാണുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്ത് മനോഹരമായ കൊത്തുപണികളാണ്, കണ്ടു നിൽക്കാൻ തോന്നുന്നുണ്ട്. എനിക്കിങ്ങനെ ഒന്ന് പേപ്പറിൽ വരയ്ക്കാൻ പോലും ആകില്ല. അപ്പോൾ ഇതൊക്കെ കല്ലിൽ കൊത്തിവെച്ച മനുഷ്യരുടെ ടാലന്റിനെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചത്. ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടില്ല, നമ്മളവിടെ ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെ ക്ഷേത്രത്തിൽ കുറച്ചധികം സമയം ചെലവഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ഇനി അടുത്ത പരിപാടി റാണി കി മഹൽ കാണണം. കൂടാതെ കോട്ടയ്ക്ക് താഴെ ഇറങ്ങി ഞങ്ങളുടെ ബൈക്ക് എടുക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞ സമയമായി. അതുകൊണ്ട് ബൈക്ക് കളക്ട് ചെയ്യുകയും വേണം. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ജയ്സാൽമീറിൽ ഇത് സീസണാണ്. ബൈക്ക് വേണ്ടുന്നവർ ആദ്യം തന്നെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നല്ല ബൈക്കുകളൊക്കെ തന്നെ ആൾക്കാർ കൊണ്ടുപോയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹിമാലയനോ ബുള്ളറ്റോ ഒന്നും കിട്ടിയിട്ടില്ല. സാധാ ഒരു ഡിയോ ആണ് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഈ ബൈക്ക് കൊണ്ട് നാളെ ഞങ്ങൾക്ക് പാകിസ്ഥാൻ ബോർഡറിൽ വരെ പോകാനുള്ളതുമാണ്. എങ്ങനെയാകുമോ എന്തോ. കുറച്ചുകൂടി നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ബൈക്ക് കിട്ടുമായിരുന്നുവെന്ന് ബൈക്ക് റെൻ്റൽ ഏജൻസിയിലെ പയ്യനും പറഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെ. ഈ പൊതുവെ കണ്ണിൽ കുത്തുന്ന നിറങ്ങൾ ഇഷ്ടമുള്ള എന്നെ സംബന്ധിച്ച് കടിച്ചു പിടിച്ച് ഗലിയിലൂടെ നടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇനിയും 10-15 ദിവസം ഇവിടെ തന്നെ കഴിയണമല്ലോ എന്നും ഇപ്പോൾ ഷോപ്പ് ചെയ്ത് പൈസയെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് പട്ടിണിയാകുമെന്നും മാത്രമല്ല
പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ലഗേജ് പൊക്കിയെടുത്ത് മടുക്കുമെന്നും അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കടിഞ്ഞാണിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്ക് വെളിയിലേക്ക് എത്തിയിട്ടുണ്ട്. കോട്ടയുടെ എൻട്രൻസ് ആണിത്. അവിടെ നിറയെ രാജസ്ഥാനി ഡോൾസ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 1-2 വിലയൊക്കെ ചോദിക്കുകയും വില പേശുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊച്ചു കുട്ടികളൊക്കെയാണ് ഇവിടെ കച്ചവടത്തിന് നിൽക്കുന്നത്. അല്ല, ഇത് ഇത്രയും കാണിച്ചിട്ട് വേണ്ട നമ്മളത്. അപ്പോഴാണ് തുണിക്കടയിൽ ഒരു മലയാളം ബോർഡ് കണ്ട് ഞാനൊന്ന് ഞെട്ടിയത്. എവിടെ ചെന്നാലും മലയാളി എന്തെങ്കിലും ഒപ്പിക്കുമല്ലോ എന്നോർത്ത് ഞാൻ മനസ്സിലൊന്ന് സന്തോഷിച്ചു. ഒരു 1.5-2 മണിക്കൂറായി തുടങ്ങിയ നടത്തമാണ്. ഇനി എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കഫേ കണ്ടപ്പോൾ ഞാൻ ചാടിക്കേറി. നല്ല വൈബുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കോട്ടയുടെ താഴ്ഭാഗവും ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിന്റെ ഭാഗവും ഒക്കെ കാണാം. എടേ, നമ്മളെ ഫോട്ടോ തോണ്ട. നമ്മളെ ഇതില്ലേ കൊട കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലുള്ള കുടയുടെ നിറം വെച്ച് നമ്മളുടെ വ്ളോഗർ നൊമാഡിക് മല്ലു എക്സാക്ട് ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കഫേയിൽ നിന്ന് ഇറങ്ങി ബൈക്കൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് പട്ടുവോങ്കി ഹവേലിയും വൈകുന്നേരം ഗഡിസാർ ലേക്കും കൂടാതെ അവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഒക്കെ കാണാനുണ്ട്. രാജസ്ഥാനിലെ ഈ ട്രിപ്പിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ജയ്സാൽമീർന്ന് ഒരു മടിയും കൂടാതെ പറയും. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൊമേഴ്ഷ്യലൈസേഷൻ അല്പം കുറവുള്ള ഒരു സ്ഥലമാണ് ജയ്സാൽമീർ. സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് സെറ്റിട്ട മാതിരി ഒരു സ്ഥലം. വായിച്ചു മറന്ന ഏതൊക്കെയോ നാടോടിക്കഥകളിലെ തെരുവുകളെ ഓർമ്മിപ്പിക്കുന്ന ബഹളവും നിറങ്ങളും ആരവവും ഒക്കെയുള്ള ഒരു മാജിക്കൽ പ്ലേസ്. ഈ തിരക്കിനിടയിൽ കൂടി ബൈക്ക് ഓടിച്ചങ്ങ് മുകളിൽ എത്തിക്കുക എന്നുള്ളത് അല്പം ശ്രമകരമാണ്. എന്നാലും താഴെ വെക്കുക എന്നുള്ളത് അത്ര സേഫ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങളത് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തിക്കാൻ വേണ്ടി മേലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ ബൈക്ക് മാത്രമേ കയറ്റുകയുള്ളൂ. കാർ അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം വാഹനങ്ങളിൽ, അതായത് കാറിലൊക്കെ ഇവിടെ എത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് അകത്ത് കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ ഈ കോട്ടയ്ക്കുള്ളിൽ കാറ് കണ്ടില്ല. ടിപ്പിക്കൽ മല്ലു സ്വഭാവം എടുത്തുകൊണ്ട് നമ്മുടെ വ്ളോഗർ നൊമാഡിക് മല്ലു ഹോൺ അടിച്ച് നാട്ടുകാരുടെ കാത് പൊട്ടിക്കുന്നുണ്ട്. വെറുതെ രാജസ്ഥാനികളുടെ അടികൊള്ളാൻ ഒരു സുഖവും കാണില്ല എന്ന് ഓർമ്മിപ്പിച്ചത് കൊണ്ടാവാം കുറച്ചു കഴിഞ്ഞപ്പോൾ ഹോണടിയൊക്കെ നിർത്തി ആൾക്കാരോട് ഭയ്യ കുറച്ച് മാറിത്തരുമോ എന്ന് ഹിന്ദി മലയാളത്തിലൊക്കെ ചോദിക്കുന്നത് കണ്ടു. ഇനി ബാക്കി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.